today we are going to discuss about laws of returns to scale, long run analysis of production. ഇപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പറഞ്ഞിരുന്നു ലോസ് ഓഫ് പ്രൊഡക്ഷനിൽ രണ്ടെണ്ണം വരുന്നുണ്ട് അല്ലേ, ലോങ് റണ്ണും ഷോർട്ട് റണ്ണും. നമ്മൾ ഷോർട്ട് റണ്ണ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷന്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലോങ് റണ്ണിൽ വരുന്ന ലോ ആണ്. ഏതാണ്? ലോസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ അല്ലെങ്കിൽ ലോങ് റൺ അനാലിസിസ് ഓഫ് പ്രൊഡക്ഷൻ. So returns to scale describe the relationship between proportional increase in all inputs and output. Returns to scale എന്താണ് പറയുന്നത്? The relationship between proportional increases in all inputs and output. ഇൻപുട്സ് വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഇൻപുട്സിൽ എന്ത് മാറ്റം വരുന്നുവോ അതിനനുസരിച്ചിട്ട് പ്രൊപ്പോർഷണലായിട്ട് ആനുപാതികമായിട്ട് എവിടെയും വർദ്ധിക്കും, ഔട്ട്പുട്ടിലും വർദ്ധിക്കും. ആ ഒരു ബന്ധത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. Scale of production refers to the quantity of inputs used in the production process. എന്താണ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്? ഇറ്റ് റെഫേഴ്സ് ടു ദി ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്സ് യൂസ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ പ്രോസസ്സ്. എത്രയാണ് ഇൻപുട്സ് ഉപയോഗിക്കുന്നുവോ അതാണ് എന്ത് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എത്ര ഇൻപുട്സ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ. All inputs are variable in the long run, thus output can be expanded in the long run by increasing the use of all the factors of production. നമുക്കറിയാം ലോങ് റണ്ണിലെ എല്ലാ ഇൻപുട്സും എന്താണ്? വേരിയബിൾ ആണ് അല്ലേ. എല്ലാ ഇൻപുട്സും നമുക്ക് മാറ്റാനുള്ള ഒരു സമയം നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമുക്കത് വർദ്ധിപ്പിക്കാൻ കഴിയും അല്ലേ. നമ്മൾ ഷോർട്ട് റണ്ണിൽ പറയുന്നത് ഒരു വേരിയബിൾ മാത്രം മാറ്റിയിട്ട് മറ്റൊക്കെ ഫിക്സഡ് ആയിരിക്കും എന്നുള്ളതാണ്. അത് ലേബറിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചെയ്യും. പക്ഷേ ലോങ് റൺ കേസിലോ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മാറ്റാൻ കഴിയും. അതിന് അത്രത്തോളം നമുക്ക് സമയം കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ഇൻപുട്സും ലോങ് റണ്ണിൽ വേരിയബിൾ ആണ്. When all inputs are increased in the same proportion, output can change in 3 different ways. എല്ലാ ഇൻപുട്ടും ഒരേ സെയിം പ്രൊപ്പോർഷനിൽ തന്നെ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 3 രീതിയിൽ മാറുന്നുണ്ട്. അപ്പോൾ എല്ലാ ഇൻപുട്സും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മാറ്റാൻ കഴിയും എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ക്യാൻ ചേഞ്ച് ഇൻ 3 different ways. 3 വ്യത്യസ്ത രീതിയിൽ നമുക്ക് ഔട്ട്പുട്ടും മാറും. ഫസ്റ്റ്, എ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ഓൾ ഇൻപുട്സ് മേ ഇൻക്രീസ് ഔട്ട്പുട്ട് ഇൻ ദ സെയിം പ്രൊപ്പോർഷൻ. എങ്ങനെയാണ് ആദ്യത്തേത്? എ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ഓൾ ഇൻപുട്സ് മേ ഇൻക്രീസ് ഔട്ട്പുട്ട് ഇൻ ദി സെയിം പ്രൊപ്പോർഷൻ. ഒരു അനുപാതതലത്തിൽ ഇൻപുട്സ് നമ്മൾ വർദ്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ സെയിം പ്രൊപ്പോർഷനിൽ തന്നെ ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യാം. ഇൻപുട്ട് വർദ്ധിപ്പിക്കുന്നതിന് സെയിം പ്രൊപ്പോർഷനിൽ തന്നെ എന്ത് ചെയ്യും? ഔട്ട്പുട്ടും വർദ്ധിക്കുക എന്നതാണ് ഫസ്റ്റത്തെ വരുന്നത്. ഹിയർ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എക്സിബിറ്റ്സ് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ്? കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിലാണ്. അതായത് ഇൻപുട്ട് എത്രയാണോ വർദ്ധിച്ചത് ആ ഒരു അളവിൽ തന്നെ എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ടും വർദ്ധിക്കുന്നു. അപ്പോൾ അത് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിലാണ്. ഫോർ എക്സാമ്പിൾ, എ ഡബ്ലിംഗ് ഓഫ് ഓൾ ഇൻപുട്സ് മേ ലീഡ് ടു എ ഡബ്ലിംഗ് ഓഫ് ഔട്ട്പുട്ട് അല്ലേ. ഇൻപുട്സ് ഇരട്ടിയായിട്ടാണ് വർദ്ധിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇരട്ടിയായിട്ട് എന്ത് ചെയ്യും? ഔട്ട്പുട്ടും വർദ്ധിക്കുന്നു. A production function exhibiting constant returns to scale is said to be linearly homogeneous or homogeneous of the first degree. ഈ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ നമുക്ക് ഒന്നുകൂടി പറയാം. ലീനിയർലി ഹോമോജീനിയസ് ആണ് അല്ലെങ്കിൽ ഹോമോജീനിയസ് ഓഫ് ദി ഫസ്റ്റ് ഡിഗ്രി. സെക്കൻഡ്, ഇപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പറഞ്ഞു കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ. അവിടെ എന്താണ്? നമ്മൾ എത്രയാണോ ഇൻപുട്സ് വർദ്ധിപ്പിച്ചത് അതിന് സെയിം ആയിട്ടുകൊണ്ട് തന്നെ ഔട്ട്പുട്ടും വർദ്ധിക്കുക. ഡബിളിംഗ് ആണെങ്കിൽ ഡബിളിംഗ് ആയിരിക്കും, ഇനി ട്രിപ്പിളിംഗ് ആണെങ്കിൽ ട്രിപ്പിളിംഗ് ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് എന്ന് പറയുന്നത് എ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ഓൾ ഇൻപുട്സ് മേ ഇൻക്രീസ് ഔട്ട്പുട്ട് ബൈ ഗ്രേറ്റർ പ്രൊപ്പോർഷൻ. ഇൻപുട്സ് ഒരു അനുപാതത്തിൽ നമ്മൾ വർദ്ധിപ്പിച്ചു, ആ അനുപാതത്തിനേക്കാൾ കൂടുതൽ ഔട്ട്പുട്ട് വർദ്ധിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കേസ് പറയുന്നത്. എ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ഓൾ ഇൻപുട്സ് മേ ഇൻക്രീസ് ഔട്ട്പുട്ട് ബൈ എ ഗ്രേറ്റർ പ്രൊപ്പോർഷൻ. എത്രയാണോ ഇൻപുട്ട് വർദ്ധിച്ച അനുപാതം അതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യുക? ഔട്ട്പുട്ട് വർദ്ധിക്കുന്നതാണ് സെക്കൻഡ് കേസ്. ഹിയർ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എക്സിബിറ്റ്സ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇതിനെന്ത് പറയാം? ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, എ ഡബിളിംഗ് ഓഫ് ഓൾ ഇൻപുട്സ് മേ ലീഡ് ടു ആൻ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ബൈ മോർ ദാൻ ഡബിൾ. ഇപ്പോൾ ഇൻപുട്സ് ഡബിളായിട്ടാണ് നമ്മൾ വർദ്ധിച്ചതെന്നുണ്ടെങ്കിൽ ഈ ഡബിളിനേക്കാൾ കൂടുതൽ വർദ്ധിക്കുക, അതാണ് ഔട്ട്പുട്ട് വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുക. Finally, a proportionate increase in all inputs may increase output by a lesser proportion.
ഇതിലെന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇൻപുട്സ് അനുപാതത്തിൽ വർദ്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അനുപാതത്തിനേക്കാൾ താഴെയാണ് ഔട്ട്പുട്ട് വർദ്ധിക്കുന്നതെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? അതിനെ മൂന്നാമത്തെ കേസായിട്ട് പറയുന്നത്, അതായത് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡബിളായിട്ട് നമ്മൾ വർദ്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡബിളിൽ വർദ്ധിക്കൂല, അതിനേക്കാൾ കുറഞ്ഞ അളവിൽ എന്ത് വർദ്ധിക്കുള്ളൂ? ഔട്ട്പുട്ട് വർദ്ധിക്കുള്ളൂ. ഓക്കെ, ഇൻപുട്ട് ഡബിളായിട്ട് വർദ്ധിപ്പിച്ചെങ്കിൽ ഡബിളായിട്ട് ഔട്ട്പുട്ട് വർദ്ധിക്കില്ല, അതിനേക്കാൾ കുറഞ്ഞ രീതിയിൽ ഔട്ട്പുട്ട് വർദ്ധിക്കുന്നുള്ളൂ എങ്കിൽ അതാണ് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഫോർ എക്സാമ്പിൾ, എ ഡബിളിംഗ് ഓഫ് ഓൾ ഇൻപുട്സ് മേ ലീഡ് ടു ആൻ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ബൈ ലെസ് ദാൻ ഡബിൾ. അല്ലേ, ഔട്ട്പുട്ട് എന്താണ്? വർദ്ധിക്കുകയാണ് അല്ലേ, പക്ഷെ നമ്മൾ ഇൻപുട്ട് ഡബിൾ ചെയ്യുന്ന ആ ഒരു അനുപാതത്തിൽ ഡബിൾ ചെയ്യുന്ന അത്ര എന്ത് ചെയ്യുന്നില്ല? ഔട്ട്പുട്ട് വർദ്ധിക്കുന്നില്ല. വർദ്ധിക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ അളവ് കുറവാണ്. ഓക്കെ, ഡബിളായിട്ട് വർദ്ധിക്കുന്നില്ല. അതാണ് എന്ത്? ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പോൾ 3 ഡിഫറെൻറ്റ് വേസിലൂടെ നമുക്ക് ഈ ഒരു മാറ്റത്തെ പറയാൻ കഴിയും. ഏതൊക്കെയാണ്? കോൺസ്റ്റാൻറ്റ് റിട്ടേൺസ് ടു സ്കെയില്, പിന്നെ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, ദെൻ ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. കോൺസ്റ്റാൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്താ പറഞ്ഞത്? സെയിം പ്രപ്പോർഷൻ അല്ലേ, സെയിം ഇൻപുട്ട് എത്രയാണോ വർദ്ധിപ്പിച്ചത് അത്രയും ഔട്ട്പുട്ട് വർദ്ധിക്കുകയാണെങ്കിൽ അത് കോൺസ്റ്റാൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇനി ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് വർദ്ധിപ്പിച്ചതിൻ്റെ അനുപാതത്തിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യുക? ഔട്ട്പുട്ട് വർദ്ധിക്കുക. ഇനി ഡിക്രീസ് ആണെങ്കിൽ ഇൻപുട്ട് വർദ്ധിപ്പിച്ച അനുപാതത്തിനേക്കാൾ കുറഞ്ഞ രീതിയിൽ ഔട്ട്പുട്ട് വർദ്ധിക്കുന്നതിനെയാണ് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ കുറേ കൺസെപ്റ്റുകളാണ് പരിചയപ്പെട്ടത് അല്ലേ, ഇൻറ്റേർണൽ എക്കോണമീസ്, എക്സ്റ്റേണൽ എക്കോണമീസ്, റിയൽ എക്കോണമീസ് ഒക്കെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിലാണ്, അതായത് ലോങ് റൺ അനാലിസിസ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ഷോർട്ട് റൺ അനാലിസിസ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ അല്ലേ, 2 ലോസ് ഉണ്ട് എന്ന്, ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷനും അതുപോലെ ലോങ് റണ്ണിൽ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയുന്നത്? ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിലിനെ കുറിച്ചാണ്. ഓക്കെ, The laws of returns to scale are illustrated in the following figure. അപ്പോൾ ഈ ലോസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ നമുക്ക് ഫിഗർ ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദർ ആർ ഓൺലി 2 ഇൻപുട്സ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ലേബറും ക്യാപിറ്റൽ എന്ന് പറയുന്ന 2 ഇൻപുട്സ് ഉണ്ട് എന്നുള്ളതാണ്. 2 ഇൻപുട്സ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വേരി ചെയ്യാൻ കഴിയും. It is assumed that there are only 2 inputs, labor and capital. If production is subjected to constant returns to scale, an increase in the 2 inputs by 50% will result in an increase in output by 50%. Okay. 2 ഇൻപുട്സ് ഉണ്ട്. ഈ 2 ഇൻപുട്സ് കോൺസ്റ്റാൻറ്റ് റിട്ടേൺസ് സ്കെയിലാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നത്? 2 ഇൻപുട്സും 50% ആയിട്ടാണ് നമ്മൾ വർദ്ധിപ്പിച്ചതെങ്കിൽ 50% തന്നെ ഔട്ട്പുട്ടും വർദ്ധിക്കും അല്ലേ, സെയിം പ്രപ്പോർഷനായിട്ട് ഔട്ട്പുട്ടും വർദ്ധിക്കും. സിമിലർലി, ഇഫ് ഇൻപുട്സ് ആർ റെഡ്യൂസ്ഡ് ബൈ എ ഗിവൺ പ്രപ്പോർഷൻ, ഔട്ട്പുട്ട് ഈസ് റെഡ്യൂസ്ഡ് ബൈ ദി സെയിം പ്രപ്പോർഷൻ. ഇൻപുട്സ് ഒരു പ്രപ്പോർഷനിൽ നമ്മൾ കുറക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും എന്ത് ചെയ്യും? ഔട്ട്പുട്ടും കുറയും. ഓക്കെ, നമ്മൾ 25% ഇൻപുട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? 25% കുറയും. The condition for constant returns to scale is that the distance between the isocones showing equal increases in output is the same. കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിലിലെ ഫിഗർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെന്താ നമുക്ക് കാണാൻ പറ്റുക? ഈ ഐസോകോണിൻ്റെ അകലം എന്ന് പറയുന്നത് അല്ലേ, ഐസോകോണിൻ്റെ അകലം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. Distance between the isocones showing equal increases in output is the same. Okay. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ കാണുന്നുണ്ടല്ലേ, ഈ ഫിഗറാണ് എന്ത്? കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിലിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള 3 ഐസോകോണ്ടുകളുണ്ട്. 3 ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഔട്ട്പുട്ടിനെയാണ് കാണിക്കുന്നത്. ഫസ്റ്റത് 10, സെക്കൻഡ് 20, മൂന്നാമത്തേത് 30. ഓക്കെ, ഓരോ ഐസോകോണ്ടും ഓരോ പ്രൊഡക്ഷൻ ലെവലാണ് കാണിക്കുന്നത്. എക്സ് ആക്സിൽ ലേബറും വൈ ആക്സിൽ ക്യാപിറ്റലും 2 ഇൻപുട്സ് നമുക്ക് മാറ്റാൻ കഴിയും അല്ലേ. അപ്പോൾ ലേബർ 10ഉം ക്യാപിറ്റൽ 10ഉം ഉപയോഗിച്ചപ്പോൾ 10 ആയിരുന്നു പ്രൊഡക്ഷൻ നടത്തിയിരുന്നത്. പ്രൊഡക്ഷൻ ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്താണ്? 10 ആണ്. പിന്നെ ഡബിൾ ചെയ്തു അല്ലേ, അതായത് ലേബറും ക്യാപിറ്റലും ഒരു പ്രപ്പോർഷൻ അനുസരിച്ചിട്ട് മാറ്റിയില്ലേ. അപ്പോൾ 10ൽ നിന്ന് 20 ആയി, 10ൽ നിന്ന് 20 ആയിട്ട് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എത്രയാണ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തത്? 20. അപ്പോൾ 10 ഉണ്ടായിരുന്ന പ്രൊഡക്ഷൻ എത്ര ആയിട്ടാണ് വർദ്ധിപ്പിച്ചത്? 20. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? 10 അല്ലേ. അതേപോലെ ലേബറും ക്യാപിറ്റലും വർദ്ധിച്ചത് എത്രയാണ്?
10 ആയിട്ടാണ് വർദ്ധിപ്പിച്ചത് അല്ലേ, 10 ആയിട്ടാണ് വർദ്ധിപ്പിച്ചത്. ഔട്ട്പുട്ട് എന്തായി 10 ആയിട്ട് വർദ്ധിച്ചു. അപ്പോൾ സെയിം അല്ലേ, സെയിം പ്രപ്പോർഷനായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ 20യിൽ നിന്ന് 30 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഇനി ഇവിടെ നമ്മൾ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി എന്താ വരിക, 30, ഇവിടെ 30 അല്ലേ. അപ്പോൾ ഒക്കെ വർദ്ധിക്കുന്നത് 10 എന്നുള്ള നിലക്കാണ്. അപ്പോൾ സെയിം പ്രപ്പോർഷനാണ്. അതാണ് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് പ്രൊഡക്ഷൻ ഈസ് സബ്ജക്റ്റ് ടു ദ ലോ ഓഫ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഇൻപുട്സും നമ്മൾ കൂട്ടിയിട്ട് 50% വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, 50%-നേക്കാൾ കൂടുതൽ വർദ്ധിക്കും. ഓക്കെ, അതായത് ഇൻക്രീസിങ് റിട്ടേൺസ് സ്കെയിൽ ആണെന്നുണ്ടെങ്കിൽ 50% നമ്മൾ ഇൻപുട്ട് വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ 50%-നേക്കാൾ കൂടുതൽ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് വർദ്ധിക്കും. ഇനി കുറക്കുകയാണെന്നുണ്ടെങ്കിൽ കുറക്കുന്നതും ഈ പ്രപ്പോർഷനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ അതിന് വരുന്ന കണ്ടീഷൻ എന്താണ്? ദ കണ്ടീഷൻ ഫോർ ഇൻക്രീസിങ് റിട്ടേൺസ് സ്കെയിൽ ഈസ് ദാറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഐസോകോൺ ഷോയിങ് ഗ്രേറ്റർ ഇൻക്രീസസ് ഇൻ ഔട്ട്പുട്ട് ഈസ് ഡിക്രീസിങ്. അതായത് ഐസോകോൺ തമ്മിലുള്ള അകലം കുറഞ്ഞ് വരികയാണ് ചെയ്യുക. അപ്പോൾ ഇൻക്രീസിങ് റിട്ടേൺസ് സ്കെയിലിൻ്റെ കേസിൽ ഐസോകോൺ തമ്മിലുള്ള അകലം എന്താ ചെയ്യുന്നത്, കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രാഫും കൂടെ നോക്കാം. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് ഇൻക്രീസിങ് റിട്ടേൺസ് സ്കെയിലിൻ്റെ ഗ്രാഫ്. അപ്പോൾ അതിൽ നോക്കിയേ, 10, 20, 30 അല്ലേ, 3 ഐസോകോൺ തന്നിട്ടുണ്ട്. 10 ഔട്ട്പുട്ട് ലെവൽ കാണിക്കുന്നതും 20 ഔട്ട്പുട്ട് ലെവൽ കാണിക്കുന്നതും 30 ഔട്ട്പുട്ട് ലെവൽ കാണിക്കുന്നതും. ലേബറും ക്യാപിറ്റലും 10 ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് ലെവൽ 10 ആണ് അല്ലേ. പിന്നെ വർദ്ധിച്ചു, എത്രയാണ് വർദ്ധിച്ചത്, 10 ഇൻക്രീസ് ചെയ്തു, ക്യാപിറ്റലും 10 ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എത്രയാണ് ഔട്ട്പുട്ട് വരുന്നത്, 30യിലേക്കായിട്ട് ഇൻക്രീസ് ചെയ്തു അല്ലേ, 30യിലേക്കായിട്ട് ഇൻക്രീസ് ചെയ്തു. അതായത് 10 എന്നുള്ള മാറ്റം എത്രയായിട്ട് മാറി, ഇവിടെ ഔട്ട്പുട്ട് വരുമ്പോൾ 20 ആയിട്ടാണ് ഇൻക്രീസ് ചെയ്തത് അല്ലേ. ലേബറിൽ എത്ര മാറ്റം വന്നിട്ടുള്ളൂ, 10 മാറിയിട്ടുള്ളൂ പൈസ, പക്ഷേ ഔട്ട്പുട്ട് ലെവൽ എത്ര മാറി, 20 ആയിട്ടാണ് ഇൻക്രീസ് ചെയ്തത് അല്ലേ. 20 എന്നുള്ള അളവിൽ ഇൻക്രീസ് ചെയ്തു, 10ൽ നിന്ന് 30യിലേക്കാണ് എത്തിയത്. അതാണ് ഇൻക്രീസിങ് റിട്ടേൺസ് സ്കെയിൽ. ഓക്കെ, ഇനി ഡിക്രീസിങ് റിട്ടേൺസ് സ്കെയിൽ നോക്കാം. ഇഫ് പ്രൊഡക്ഷൻ ഈസ് സബ്ജക്റ്റ് ടു ലോ ഓഫ് ഡിക്രീസിങ് റിട്ടേൺസ് സ്കെയിൽ ആൻഡ് ഇൻക്രീസ് ഇൻ ദ 2 ഇൻപുട്സ് ബൈ 50% വിൽ റിസൾട്ട് ഇൻ ആൻ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ബൈ ലെസ് ദാൻ 50%. 50% ആണ് വർദ്ധിക്കുന്നതെങ്കിൽ അതിനേക്കാൾ കുറവായിട്ട് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് വർദ്ധിക്കും. അപ്പോൾ ലെസ് ദാൻ പ്രപ്പോർഷനേറ്റ് ആണ് വർദ്ധിക്കുക. ഓക്കെ, ദ കണ്ടീഷൻ ഫോർ ഡിക്രീസിങ് റിട്ടേൺസ് സ്കെയിൽ ഈസ് ദാറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഐസോകോൺ വിൽ ഇൻക്രീസ് ബിക്കോസ് ഡബിളിംഗ് ഓഫ് ഇൻപുട്സ് വിൽ ലെസ് ദാൻ ഡബിൾ ഔട്ട്പുട്ട്. ഐസോകോണിൻ്റെ ഡിസ്റ്റൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വർദ്ധിച്ചാണ് വരിക. എന്താണ് കാരണം, ഇൻപുട്ട് ഡബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം എന്ത് ചെയ്യുന്നില്ല, ഔട്ട്പുട്ട് വർദ്ധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് ഡിക്രീസിങ് റിട്ടേൺസ് സ്കെയിലിൻ്റെ ഗ്രാഫ്. ഇൻപുട്ട് എത്രയാണോ വർദ്ധിക്കുന്നത് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, ഔട്ട്പുട്ട് വർദ്ധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിനി ഓരോ സ്റ്റേജസും പറയാണ്. ഫസ്റ്റത് ഇൻക്രീസിങ് റിട്ടേൺസ് സ്കെയിൽ. ദ ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ഇൻക്രീസിങ് റിട്ടേൺസ് സ്കെയിൽ. അപ്പോൾ ഇൻക്രീസിങ് റിട്ടേൺസ് സ്കെയിൽ ആവുന്നതിന് കുറച്ച് കാരണങ്ങളുണ്ട്, അതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ആൻ ഇൻക്രീസ് ഇൻ ദ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇൻക്രീസ്ഡ് സ്പെഷ്യലൈസേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ. എന്തുകൊണ്ടാണ് ഇൻക്രീസിങ് റിട്ടേൺസ് സ്കെയിൽ വരുന്നത് എന്നുള്ളതാണ് കേട്ടോ. അത് ഏതുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്, ഇൻക്രീസ്ഡ് സ്പെഷ്യലൈസേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ. സ്പെഷ്യലൈസേഷനും ഡിവിഷൻ ഓഫ് ലേബറും. സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ തന്നെ ചെയ്ത് ആ ഒരു ജോലിയിലേക്ക് പ്രാവീണ്യം കിട്ടുക അല്ലെ. ഡിവിഷൻ ഓഫ് ലേബർ പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ ചെയ്യുന്ന ജോലി വർക്ക് നല്ലത് ചില ആളുകൾക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ദിസ് വിൽ റിസൾട്ട് ഇൻ ആൻ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ സ്കിൽ ആൻഡ് എഫിഷ്യൻസി ഓഫ് ദ ലേബറേഴ്സ്. ഔട്ട്പുട്ട് വിൽ ഇൻക്രീസ് മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ്ലി ടു ദ ഇൻക്രീസ് ഇൻ ഇൻപുട്ട്. അപ്പോൾ ഇൻപുട്ട് വർദ്ധിക്കുന്നതിനേക്കാളും ഡബിളായിട്ട് എന്തുകൊണ്ടാണ് വർദ്ധിക്കുന്നത്, അല്ലെങ്കിൽ പ്രൊപ്പോർഷനേക്കാൾ കൂടുതൽ വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്, സ്പെഷ്യലൈസേഷനും ഡിവിഷൻ ഓഫ് ലേബറും നിലനിൽക്കുന്നത് കൊണ്ടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തത്, ലാർജ് സ്കെയിൽ പ്ലാന്റ്സ് ആർ കേപ്പബിൾ ഓഫ് അഡോപ്റ്റിംഗ് മോർ അഡ്വാൻസ്ഡ് പ്രൊഡക്ഷൻ ടെക്നോളജീസ്. സർട്ടൻ ടൈപ്സ് ഓഫ് മാസ് പ്രൊഡക്ഷൻ ടെക്നിക്സ് മേ നോട്ട് ബി ആപ്ലിക്കബിൾ അണ്ടിൽ എ സർട്ടൻ ലാർജ് സൈസ് ഹാസ് ബീൻ അച്ചീവ്ഡ്. ലാർജ് സ്കെയിൽ പ്ലാന്റ്സിന് എന്ത് ചെയ്യാൻ കഴിയും, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ടെക്നോളജീസ് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തേത്,
Economies of scale arising from quantity discounts on purchases, lower cost of finance, lower advertising costs, lower transport rates, efficient use of storage facilities, employment of specialist managers, etc. result in an increasing returns to scale in modern industries. Where are the reasons? ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്സ് ഓൺ പർച്ചേസ് നമ്മൾ കൂടുതൽ ബൾക്കാക്കി വാങ്ങുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ കിട്ടുമല്ലേ, അതാണ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്സ് ഓൺ പർച്ചേസസ്. ലോവർ കോസ്റ്റ് ഓഫ് ഫിനാൻസ്, ലോവർ അഡ്വർടൈസിങ് കോസ്റ്റ്, ലോവർ ട്രാൻസ്പോർട്ട് റേറ്റ്സ്, എഫിഷ്യൻറ്റ് യൂസ് ഓഫ് സ്റ്റോറേജ് ഫെസിലിറ്റീസ്, എംപ്ലോയ്മെൻറ്റ് ഓഫ് സ്പെഷ്യലിസ്റ്റ് മാനേജേഴ്സ് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ഇൻ റിട്ടേൺസ് സ്കെയിലിന് കാരണമാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് 3 റീസൺ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റത്തെ റീസൺ എന്തായിരുന്നു? ഇൻക്രീസ് സ്പെഷ്യലൈസേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ. രണ്ടാമത്തേത് അഡ്വാൻസ്ഡ് പ്രൊഡക്ഷൻ ടെക്നോളജി. മൂന്നാമത്തേത് എന്തൊക്കെയാണ്? ഇവിടെ കുറേ റീസൺസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കേട്ടോ, അത് ഇത്രത്തോളം ഇൻക്രീസിങ് റിട്ടേൺസ് സ്കെയിലിൽ ഓർത്ത് വെക്കുക. ദ ഫസ്റ്റ് വൺ ഈസ് ഡിക്രീസിങ് റിട്ടേൺസ് സ്കെയിൽ ജനറലി റിസൾട്ട് ഫ്രം ദി ഇൻഎഫിഷ്യൻസി ഓഫ് മാനേജിങ് ലാർജ് ഓപ്പറേഷൻസ്. അപ്പോൾ ലാർജ് ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഡിക്രീസിങ് റിട്ടേൺസ് സ്കെയിൽ ഉണ്ടാകുന്നത്. വിത്ത് ലാർജ് ഓപ്പറേഷൻസ് കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ ബിക്കം ഇൻക്രീസിംഗ്ലി ഡിഫിക്കൽട്ട്. അതായത് കോർഡിനേഷനും കൺട്രോളും ഒക്കെ ലാർജ് ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് കൂടുതൽ അസിസ്റ്റൻറ്റ് മാനേജേഴ്സ് സബോർഡിനേറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടും കുറേ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. എന്തൊക്കെയാണ്? ഡിസിഷൻ മേക്കിംഗ് എടുക്കാനും അതുപോലെ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാനൊന്നും കഴിയൂല. അതിനൊക്കെ കുറേ സമയം എടുക്കേണ്ടി വരും. എല്ലാവരുടെയും ഒപ്പീനിയനൊക്കെ നോക്കുമ്പോൾ കുറേ സമയം എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ലാർജ് ഓപ്പറേഷനെ എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യാൻ കഴിയാത്തതാണ് ഡിക്രീസിങ് റിട്ടേൺസ് സ്കെയിലിന് പറയുന്ന ഫസ്റ്റ് റീസൺ. സെക്കൻഡ് വൺ ഈസ് നോൺ അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് ലേബർ വുഡ് ലീഡ് ടു പ്രൊഡക്ഷൻ ബോട്ടിൽ നെക്സ് ആൻഡ് ഡിക്രീസിങ് റിട്ടേൺസ്. അത് സ്കിൽഡ് ലേബർ കിട്ടാത്തൊരവസ്ഥയാണ് രണ്ടാമത്തെ റീസണായിട്ട് പറയുന്നത്. മൂന്നാമത്തേത് എംപ്ലോയ്മെൻറ്റ് ഓഫ് ലെസ് എഫിഷ്യൻറ്റ് ലേബർ ഫോർ ഹയർ വേജസ് ഈസ് അനദർ ഫാക്ടർ ദാറ്റ് കോസസ് ഡിക്രീസിങ് റിട്ടേൺസ് സ്കെയിൽ. എഫിഷ്യൻസി കുറവുള്ള ലേബേഴ്സിനെ നിയമിക്കുക, ഹയർ വേജസിനെ നിയമിക്കുന്നത് ആണ് മൂന്നാമത്തെ കാരണമായിട്ട് പറയുന്നത്. എംപ്ലോയ്മെൻറ്റ് ഓഫ് ലെസ് എഫിഷ്യൻറ്റ് ലേബർ ഫോർ ഹയർ വേജസ് ഈസ് അനദർ ഫാക്ടർ ദാറ്റ് കോസസ് ഡിക്രീസിങ് റിട്ടേൺസ് സ്കെയിൽ. നാലാമത്തെ റീസണായിട്ട് പറയുന്നത് another important cause for decreasing returns to scale is the exhaustible nature of natural resources used in production. പ്രൊഡക്ഷന് ഉപയോഗിക്കുന്ന നാച്ചുറൽ റിസോഴ്സസ് ഇല്ലേ, അതിൻ്റെ എക്സോസ്റ്റബിൾ നേച്ചർ. എക്സോസ്റ്റബിൾ പറഞ്ഞാൽ അത് എക്സോസ്റ്റബിൾ പറഞ്ഞാൽ നശിച്ചു പോകുക എന്നുള്ളതാണ് കേട്ടോ. അതായത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ കുറഞ്ഞ് വരില്ലേ, കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിങ്ങനെ ശോഷിച്ച് വരിക എന്ന് പറയും. അതാണ് എക്സോസ്റ്റബിൾ നേച്ചർ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്ന നാച്ചുറൽ റിസോഴ്സസിൻ്റെ ശോഷിച്ചൊരവസ്ഥ, അതാണ് നാലാമത്തെ റീസണായിട്ട് പറയുന്നത്. ഇപ്പോൾ വെള്ളം ഉപയോഗിക്കുന്നത് പോലെ ഫോസിൽ ഫ്യൂവൽസ് ഉപയോഗിക്കുന്നത് ഇതൊക്കെ നാച്ചുറൽ റിസോഴ്സസ് അല്ലേ, അത് ഉപയോഗിക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയാം. അതാണ് നാലാമത്തെ റീസൺ. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മൾ ഇന്ന് ഈ ക്ലാസ് പറയുന്നത്. എന്തൊക്കെയാണ്? ലോ ഓഫ് റിട്ടേൺസ് സ്കെയിലിൽ അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് പറഞ്ഞു, 3 ഡിഫറെൻറ്റ് സ്റ്റേജസ് പറഞ്ഞു. ഇൻക്രീസിങ് റിട്ടേൺസ് സ്കെയിൽ, കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് സ്കെയിൽ, പിന്നെ ഡിക്രീസിങ് റിട്ടേൺസ് സ്കെയിൽ, പിന്നെ ഇൻക്രീസിങ് റിട്ടേൺസ് സ്കെയിലിൻ്റെയും അതുപോലെ ഡിക്രീസിങ് റിട്ടേൺസ് സ്കെയിലിൻ്റെയും ഫാക്ടേഴ്സ്, അതായത് റീസൺസും പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ.